പാർലമെന്റിലേക്കാണ് നമ്മൾ 2024-25 സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെച്ചു. 2026 സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 6.3%-നും 6.8% ആയിരിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ പരാമർശം. ബി ബാലഗോപാലുണ്ട്. ബാലു, രാജ്യത്തിന്റെ സാമ്പത്തിക രൂപരേഖ പാർലമെന്റിലേക്ക് അടുത്ത ഘട്ടം പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലൊക്കെ എന്താണ് ഇപ്പോൾ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്? സാമ്പത്തിക സർവേയുടെ പൂർണ്ണരൂപം നടക്കുന്ന നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പൊതു ബഡ്ജറ്റിന് മുന്നോടിയായാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സഭയിൽ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.4% മാത്രമായിരിക്കുമെന്ന് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്കാണ് ഈ രേഖപ്പെടുത്തുന്നത്. അതേസമയം അടുത്ത സാമ്പത്തിക കാരണം ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രവചിച്ചിരുന്നത് ഈ രാജ്യത്ത് 6.5%-നും രാജ്യം 6.5%-നും 7%-നും ഇടയിലുള്ള സാമ്പത്തിക വളർച്ച നേടുമെന്നായിരുന്നു. ഏതായാലും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.3%-നും 6.8%-നും ഇടയിലായിരിക്കുമെന്നാണ് ഇന്ന് പാർലമെന്റിൽ വച്ചിരിക്കുന്ന ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു ആശ്വാസകരമായ കാര്യം, രാജ്യത്തിന്റെ പണപ്പെരുപ്പ നിരക്ക് 4.9% കുറഞ്ഞിരിക്കുന്നുവെന്ന് സാമ്പത്തിക സർവേ പറയുന്നു എന്നതാണ്. ചില സുപ്രധാനമായ ശുപാർശകൾ ഈ സാമ്പത്തിക സർവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യവസായങ്ങളും മറ്റും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കും മറ്റും സർക്കാർ ഏർപ്പെടുത്തുന്ന അനാവശ്യമായ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഒരു നിർദ്ദേശം സാമ്പത്തിക സർവേ മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ്. രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയാണ് എങ്കിലും ഈ നിർമ്മിത ബുദ്ധി യാഥാർത്ഥ്യമാകുന്നതോടെ, അതായത് അത് കൂടുതൽ ശക്തമാകുന്നതോടെ മിഡിൽ ഇൻകം ലോവർ ഇൻകം മേഖലകളിൽപ്പെട്ട തൊഴിലിൽ, അതായത് ആ മേഖലകളിൽ വലിയ തോതിൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു ആശങ്കയും ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജീഷ്.